വയനാട് ഉരുൾപൊട്ടലിൽ മൃഗങ്ങൾ ഒന്നും അപകടത്തിൽപ്പെട്ടില്ല എന്നും കാട്ടാനകൾ അപകടത്തിനു മുൻപ് തന്നെ മലയിറങ്ങി എന്നും വാർത്തകൾ കാണുന്നു. ഇതിൽ വല്ല ശാസ്ത്രീയ സത്യവുമുണ്ടോ? നമുക്കത് പരിശോധിക്കാം. പണ്ട് എന്ന് വെച്ചാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സാപ്പിയൻസ് എന്ന നമ്മുടെ മനുഷ്യവർഗം മറ്റേതൊരു ജീവികളെയും പോലെ ഈ ഭൂമിയിലെ ഒരു ജീവി മാത്രം ആയിരുന്നു. അന്ന് അതിജീവനത്തിനായി നമുക്ക് പ്രകൃതിയെ നന്നായി അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതായത് കാഴ്ച, കേൾവി, മണം എന്നിവ ഉപയോഗിച്ച് പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവ തലച്ചോറിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള അറിവുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് നമ്മുടെ തുടർ പ്രവൃത്തികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി നമുക്ക് വളരെയേറെ അറിവുകൾ ആവശ്യമാണ്. ഇന്നത്തെ പോലെ വായിച്ചോ കേട്ടോ അറിയാൻ കഴിയാതിരുന്ന അന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും പിന്നീട് സ്വന്തം അനുഭവത്തിലൂടെ നേടുന്ന കഴിവുകളും മാത്രമായിരുന്നു ഏക മാർഗം. അതുകൊണ്ട് തന്നെ പണ്ടുകാലത്ത് നമുക്ക് നമ്മുടെ പരിസരത്തെ പറ്റിയും പ്രകൃതിയെ പറ്റിയും അവിടെയുള്ള മറ്റ് സസ്യമൃഗാദികളെ പറ്റിയും നല്ല അറിവ് ഉണ്ടായിരുന്നു. ഒരു പ്രദേശത്ത് വളരുന്ന സസ്യഫലാദികളിൽ ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ പാടില്ല എന്നെല്ലാം നമുക്ക് അറിയാമായിരുന്നു. ഒരു കാട്ടിലെ ശബ്ദം സിംഹത്തിൻ്റെതാണോ, ആനയുടേതാണോ, മാനിൻ്റേതാണോ, അതോ മുയൽ ആണോ എന്നൊക്കെ അവയുടെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നു. ഘ്രാണശക്തി ഉപയോഗിച്ച് ഈ വഴിയെ ഒരു കഴുതപ്പുലിയോ കുറുക്കനോ പോയിട്ടുണ്ടോ, അവ ഏകദേശം എത്ര സമയം മുൻപാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും നമുക്ക് ഉണ്ടായിരുന്നു. പ്രകൃതിയിലെ മാറ്റങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അറിയാനുള്ള കഴിവും നമ്മൾ നേടിയിരുന്നു. അസാധാരണമായ ഒരു മുഴക്കം കേട്ടാലോ ഒരു ഇരമ്പം ഉണ്ടായാലോ അത് അപകടത്തിൻ്റെ മുന്നോടി ആണെന്നുള്ള നിഗമനത്തിൽ എത്താനും അവിടെ നിന്ന് എത്രയും വേഗം മാറിപ്പോകാനും മൃഗങ്ങൾ ഉൾപ്പെട്ട ജീവികൾക്ക് സ്വയസിദ്ധമായ വാസനയുണ്ട്. കൊടുങ്കാറ്റ്, പേമാരി മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത പ്രകൃതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പക്ഷികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മടങ്ങുന്നത് കണ്ടിട്ടില്ലേ? സുനാമി പോലുള്ള അവസരങ്ങൾ നമ്മൾ ഇത് കണ്ടതും വായിച്ചതുമാണ്. അതുപോലെ മഴ ഉണ്ടാവാനുള്ള സാധ്യത, ഈർപ്പത്തിൻ്റെ അളവ് മനസ്സിലാക്കി തേനീച്ചകൾ മുൻകൂട്ടി കാണുകയും അവ കൂട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. അത് അതിജീവനത്തിന് വേണ്ടി പ്രകൃതി നൽകിയിരിക്കുന്ന വാസനയാണ്. പണ്ടുകാലത്ത് നമുക്കുണ്ടായിരുന്ന പല കഴിവുകൾ ഇന്നില്ല. മൃഗങ്ങളെ പോലെ ഘ്രാണശക്തി ഉപയോഗിക്കാനുള്ള കഴിവ് വളരെ കാലം ഉപയോഗിക്കാതെ ഇരുന്നത് മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കേൾവിശക്തിയും നമുക്ക് വളരെ പരിമിതമായി മാത്രം ഉപയോഗിക്കാനേ ഇപ്പോൾ കഴിവുള്ളൂ. പ്രകൃതിയിൽ നിന്നും അകന്ന് മനുഷ്യൻ സമൂഹജീവിയായി പിന്നീട് ആധുനികനായും പരിണമിച്ചപ്പോൾ ഈ കഴിവുകൾ ഉപയോഗിക്കാതെ ആകുകയും അങ്ങനെ അവ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. നായകൾ, ഞാറപ്പക്ഷികൾ, പാമ്പുകൾ, കുതിരകൾ, ആന, പുലി, എലി, പശു, സ്രാവ് എന്നുവേണ്ട പ്രകൃതിയിലെ ഒട്ടുമിക്ക ജീവികളും ഇത്തരം കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചിട്ടുള്ളത്. ഇത്തരം പരിണാമം വന്നിട്ടില്ലാത്ത കാട്ടിലെ മൃഗങ്ങൾ ഇന്നും അവരുടെ സ്വന്തം കഴിവുകളിലാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവ പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ശാസ്ത്രീയ വിശകലനത്തിൻ്റെതിനേക്കാൾ ചരിത്ര വിശകലനമായിരിക്കും കൂടുതൽ അഭികാമ്യം.